ചെമ്മനീർ പൂവിൻ്റെ പുതിയ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീകാന്തും വർഷ വീട്ടിലേക്ക് വന്നപ്പോൾ വർഷയും ശ്രീകാന്ത് ഓടിച്ചെന്ന് അകത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ഓടിച്ചെന്ന് അച്ഛൻ്റെ കാലൊക്കെ പിടിച്ച് മാപ്പ് പറഞ്ഞു. അച്ഛൻ എങ്ങനെയുണ്ട്, അച്ഛൻ്റെ സുഖമായോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ശ്രീകാന്ത് ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. അച്ഛൻ എങ്ങനെ പ്രതികരിക്കുന്നുള്ളൊരു മനോഭാവത്തിലായിരുന്നു. പക്ഷേ അച്ഛൻ്റെ കണ്ണിന്നും കണ്ണുനീരൊക്കെ വന്ന് അച്ഛൻ മോനെ രണ്ടുപേർക്കും നല്ലത് വരട്ടെ, രണ്ടുപേരെയും ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു, രണ്ടുപേരും എഴുന്നേൽക്ക്, രണ്ടുപേരും നമ്മുടെ അച്ഛൻ്റെ കാലിൽ വീണിങ്ങനെ കാര്യമാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരോട് എഴുന്നേൽക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീകാന്തിനും വർഷയ്ക്കും നല്ല സന്തോഷമായി. അങ്ങനെ അവർ റൂമിലേക്ക് പോയിരുന്നാണ് ശ്രീകാന്തും വർഷയും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അപ്പോഴാണ് നമ്മുടെ സച്ചിയുടെ എൻട്രി. സച്ചി ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ കേട്ടോ. നിന്നോട് ആരും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു, നിന്നോട് ഈ വീട്ടിലേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ, നിനക്ക് എന്ത് ധൈര്യമാണ് ഇവിടെ വന്നേക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ശകാരിച്ചു, ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ രേവതിയോ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. സച്ചിയേട്ടാ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കേട്ടോ. സച്ചി ഓവർ ദേഷ്യമാണല്ലോ, എല്ലാവരും പറഞ്ഞില്ല ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണല്ലോ, സ്നേഹിക്കുമ്പോൾ ചങ്ക് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്ര പറഞ്ഞു മതി സച്ചി, ചന്ദ്രക്കൊക്കെ പേടി വന്നു കേട്ടോ. മതി സച്ചി വീട് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അമ്മായിയമ്മയും മരുമോളും ഇങ്ങനെ പിടിച്ചു വെക്കുന്നു നമ്മുടെ സച്ചിയെ. പക്ഷെ അവൻ അടങ്ങുന്നില്ല കേട്ടോ. അപ്പോഴാണ് നമ്മുടെ വർഷയുടെ അമ്മ പറഞ്ഞത്, ഇവർ രണ്ടുപേരും ഇവിടെ താമസിക്കേണ്ടവരാണ്, നമ്മുടെ വർഷയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഇവിടെയാണ്, അവൾക്ക് ഇവിടെ നിൽക്കാനുള്ള റൈറ്റ്സ് രണ്ടുപേർക്കുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സച്ചി വായ അടക്കിയത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലാത്ത സെമ്പറിൽ പൂ കാണുക.